സിഡ്നിയിൽ ജൂത ആഘോഷത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 11 പേർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഓസ്ട്രേലിയൻ ഭരണകൂടത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഓസ്ട്രേലിയൻ ഭരണകൂടം ജൂതവിരുദ്ധത ആളിക്കത്തിച്ചതായി അദ്ദേഹം ആരോപിച്ചു. ഓസ്ട്രേലിയ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നിലപാടിനെതിരെയാണ് നെതന്യാഹു രംഗത്ത് വന്നത്. ഓസ്ട്രേലിയ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുവെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് 3 മാസം മുൻപ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന് അയച്ച കത്തിനെക്കുറിച്ച് നെതന്യാഹു പരാമർശിച്ചു. താങ്കളുടെ നയം ജൂതവിരുദ്ധതയ്ക്ക് ഇന്ധനം പകർന്നു എന്ന കത്തിലെ വാചകമാണ് നെതന്യാഹു ഉയർത്തിക്കാണിച്ചത്. നേതാക്കൾ നിശബ്ദരായിരിക്കുകയും നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പടരുന്ന അർബുദമാണ് ജൂതവിരുദ്ധതയെന്നും നെതന്യാഹു വിമർശിച്ചു. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ 2 പേർ ചേർന്ന് നടത്തിയ വെടിവെപ്പിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. 29 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:17 സംഭവം. ജൂതാഘോഷമായ ഹനൂക്ക ആരംഭിച്ച ആദ്യ ദിവസമാണ് വെടിവെപ്പ് നടന്നത്. ഭീകരാക്രമണമാണെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് സ്ഥിരീകരിച്ചു. ആക്രമികളിൽ ഒരാളെ പോലീസ് ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തി. രണ്ടാമത്തെയാൾ സാരമായ പരിക്കുകളോടെ പിടിയിലായി. നവീദ് അക്രം എന്നാണ് അക്രമികളിൽ ഒരാളുടെ പേരെന്ന് ABC ഓസ്ട്രേലിയ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ ആളാണ് അക്രമിയെന്നാണ് പോലീസ് പുറത്തുവിട്ട വിവരം. ഇത് ഒരു അച്ഛനും മകനുമാണെന്ന് പറയപ്പെടുന്നുണ്ട്. നഗരപ്രാന്തത്തിലുള്ള അക്രമിയുടെ വീട് റെയ്ഡ് ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. അക്രമികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞെന്നും അയാളെപ്പറ്റി വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നും പോലീസ് പറഞ്ഞു. രണ്ടാമത്തെയാളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് അക്രമികളിൽ ഒരാളെ പോലീസ് വെടിവെച്ച് കൊന്നു. രണ്ടാമത്തെയാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇതിൽ നവീദാണോ കൊല്ലപ്പെട്ടതെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. ഭീകരാക്രമണമാണ് നടന്നതെന്ന് അധികൃതർ പറഞ്ഞു. അക്രമികളുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമല്ല. ബീച്ചിനടുത്ത് പാർക്ക് ചെയ്തിരുന്ന അക്രമികളുടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. അന്വേഷണം നടക്കുകയാണെന്നും അക്രമികളുടെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടില്ലെന്നും പോലീസ് പറഞ്ഞു. അക്രമികളുടെ പശ്ചാത്തലവും കൂടുതൽ പേർ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജൂത ആഘോഷമായ ഹനൂക്ക ആരംഭിച്ച ആദ്യ ദിവസം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:17 വെടിവെപ്പ്. ഹനൂക്ക ആഘോഷത്തിന്റെ തുടക്കമായതിനാൽ ബോണ്ടി ബീച്ചിൽ 100 കണക്കിന് ആളുകൾ ഒത്തുചേർന്നിരുന്നു. ഇവർക്ക് നേരെയാണ് വെടിയുതിർത്തത്. 29 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ബീച്ചിനടുത്തുള്ള ഒരു നടപ്പാലത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച 2 തോക്കുധാരികൾ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സംപ്രേഷണം ചെയ്തു. തോക്കുധാരിയെ ഒരാൾ ധീരമായി നേരിടുന്നതും നിരായുധനാക്കുന്നതും ചെയ്യുന്നത് വീഡിയോയിലുണ്ട്. ബോണ്ടി ബീച്ചിലെ കൂട്ടക്കൊല ഞെട്ടിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു.